ഇത്രമേൽ അഴിമതി മുങ്ങിക്കുളിച്ചിരിക്കുന്ന, സ്വജനപക്ഷപാതം നടമാടുന്ന ഒരു നഗരസഭ കേരളത്തിന്റെ ചരിത്രത്തിൽ വേറെ ഉണ്ടാവില്ല. അപ്പൊ ചിലരൊക്കെ ചോദിക്കും, ഇടതുപക്ഷമല്ലേ കേരളം ഭരിക്കുന്നത്, നിങ്ങളല്ലേ അവർക്ക് സ്വരാജ് ട്രോഫി സമ്മാനിച്ചത്, കേരളത്തിലെ ഏറ്റവും മികച്ച നഗരസഭകളിൽ ഒന്നായി ഈ സംവിധാനത്തെ തെരഞ്ഞെടുത്തത് നിങ്ങളുടെ സർക്കാരില്ലേ എന്ന് ചോദിക്കും. ഒറ്റ ആൻസറേ ഉള്ളൂ, അത് ഇത്തരം സമ്മാന പദ്ധതികളും കൂപ്പണുകളും വിഹിതങ്ങളൊക്കെ നേടിയെടുക്കുന്നതിന് സർക്കാരിന്റെ ഭാഗത്തു നിന്നൊരു ചോദ്യാവലി ഉണ്ടാകും. ആ ചോദ്യാവലിക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യുന്ന ക്ലറിക്കൽ വർക്കുകൾ ഉണ്ടാവും. ആ ക്ലറിക്കൽ വർക്കുകൾ പൂർത്തീകരിച്ചതിന് കൊടുക്കുന്ന സമ്മാനമാണ് ഈ നഗരസഭ. എന്നോട് ചോദിച്ചു, ഈ നഗരസഭയെ കുറിച്ച് നിങ്ങൾക്കൊക്കെ നല്ല അഭിപ്രായമില്ലേ? ഞാൻ അയാളോട് സരസമായി കൊടുത്തൊരു മറുപടി, ചെറൂക്കിലെ ഹെഡ്മാസ്റ്ററെ കുറിച്ച് പഴയ കാലത്തൊരു നാട്ടിൻപുറത്ത് നമ്മുടെ നാട്ടിലൊക്കെ ഒരു വർത്താനുണ്ട്. ആ വർത്താനം എങ്ങനെയാണ്? ചെറൂക്കിലെ ഹെഡ്മാസ്റ്റർ ഔവന്റെ ക്വാളിഫിക്കേഷൻ 2ാം ക്ലാസ്സാണ്. അപ്പൊ ബാക്കി കുട്ടികളുടെ സ്ഥിതിയും അധ്യാപകരുടെ സ്ഥിതിയും ആലോചിച്ചാൽ മതി. കേരളത്തിലെ ഏറ്റവും മികച്ച നഗരസഭകളിൽ ഒന്നാണ് ഇതെങ്കിൽ പിന്നെ ഈ മലയാളക്കരയിലുള്ള ബാക്കി നഗരസഭകളുടെ സ്ഥിതി ഒന്ന് ആലോചിച്ചാൽ മതി. ഇത്രമേൽ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ഒരു നഗരസഭ ഈ രാജ്യത്ത് വേറെ ഉണ്ടാവില്ല. ഇപ്പൊ ഏറ്റവും ഒടുവിൽ അവസാനമായി ഈ നഗരസഭയുടെ കാലാവധി പിരിഞ്ഞു പോകുന്നതിന് മുമ്പ് നഗരസഭയുടെ ബോർഡ് മീറ്റിംഗ് ചേർന്നു. എന്തിനാ ബോർഡ് മീറ്റിംഗ് ചേർന്നത്? നഗരസഭയുടെ ബോർഡ് മീറ്റിംഗ് ചേർന്നത് ഒരു അട്ടിമറിക്ക് വേണ്ടിയാണ്. നാട്ടുകാരോട് തോന്നിയാസനം ചെയ്യാനാണ് ആ നഗരസഭയുടെ ബോർഡ് മീറ്റിംഗ് ചേർന്നത്. നഗരസഭയിലെ ഭൂരിപക്ഷം ഉപയോഗിച്ചുകൊണ്ട് ഒരു അഴിമതിക്ക് വേണ്ടി കളമൊരുക്കുന്നതിന് വേണ്ടിയാണ് നഗരസഭയുടെ ബോർഡ് മീറ്റിംഗ് ചേർന്നത്. 1,20,00,000 രൂപയുടെ 3 പ്രൊജക്ടുകൾ നഗരസഭയ്ക്ക് വേണ്ടി നഗരസഭ പാസാക്കാൻ തീരുമാനിച്ചു. തനത് ഫണ്ടിൽ നിന്നാണ് ആ തുക കണ്ടെത്തുന്നത്. സ്വാഭാവികമായും തിരുരങ്ങാടി താലൂക്ക് ആശുപത്രി നമുക്കറിയാം, ഈ നാട്ടിലെ സമസ്ത ജനവിഭാഗങ്ങളും സാധാരണക്കാരനും നിരന്തരം ആശ്രയിക്കുന്ന ഒരു ആശുപത്രി. ആ ആശുപത്രിയുടെ ശോചനീയമായ അവസ്ഥയെക്കുറിച്ച് പലവട്ടം മാധ്യമങ്ങളിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആശുപത്രിയിൽ ഒരു ജനറേറ്റർ കോംപ്ലക്സ് സ്ഥാപിക്കുന്നത് ഉൾപ്പെടെ 3 പ്രൊജക്ടുകൾക്കാണ് 1,20,00,000 രൂപ വകയിരുത്തിയത്. സ്വാഭാവികമായും 1,20,00,000 രൂപ വകയിരുത്തുമ്പോൾ സർക്കാരിന്റെ ഒരു പ്രൊജക്ട് എന്നുള്ള നിലയിൽ ടെൻഡർ കോൾ ഫോർ ചെയ്യുകയുണ്ടായി. ആ ടെൻഡറിൽ കണ്ട ആപ്പക്കൊന്നും പങ്കെടുക്കാൻ പറ്റൂല. ഒരു ടെൻഡറിൽ പങ്കെടുക്കുന്നതിന് മിനിമം ക്വാളിഫിക്കേഷൻ വേണം, എക്സ്പീരിയൻസ് വേണം, അവരുടെ ബാക്ക് ഹിസ്റ്ററി നന്നാവണം. ഇതൊക്കെ നാട്ടിൽ സാമാന്യ ജനങ്ങൾക്കൊക്കെ അറിയുന്ന വസ്തുതയാണ്. അങ്ങനെ ടെൻഡർ ക്ഷണിച്ചു. ആ ടെൻഡറിൽ കുറെ കമ്പനികൾ പങ്കെടുത്തു. അതിൽ ഏറ്റവും യോഗ്യരായ ഒരു ടീമിനെ സെലക്ട് ചെയ്തു. ഇത് സെലക്ട് ചെയ്യേണ്ട നിർവഹണ ഏജൻസി എന്ന് പറയുന്നത് ഉദ്യോഗസ്ഥന്മാരാണ്. സ്വാഭാവികമായും തിരൂരങ്ങാടി നഗരസഭയിലെ ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ സെക്രട്ടറി അയാളുടെ ഡ്യൂട്ടി ഭംഗിയായി നിർവഹിച്ചു. അയാൾ ചെയ്തത് ഇതൊക്കെ പരിശോധിച്ചുകൊണ്ട് നമ്മുടെ കേരളത്തിന്റെ കെല്ലിനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. കെല്ലിനാണ് അത് കരാറ് കൊടുത്തത്. ഉടൻ തന്നെ തിരൂരങ്ങാടി നഗരസഭയിൽ കഴിഞ്ഞ 15 വർഷമായി പഞ്ചായത്തായിരുന്ന സമയത്തും കഴിഞ്ഞ 10 വർഷമായി നഗരസഭയായിരുന്ന സമയത്തും ഈ നഗരസഭയുടെ തനത് ഫണ്ട് മുക്കി വെട്ടി കട്ടുതെന്ന ഒരു സംഘമുണ്ട്, ഒരു കുറുവ സംഘം. അവരാണ് ഇവിടുത്തെ ലൈറ്റ് സംവിധാനം നിയന്ത്രിക്കുന്നത്. രാവിലെ ഇട്ട ലൈറ്റ് അസർക്ക് കത്തൂല, അസർക്കാണിട്ടെങ്കിൽ ഇഷന്റെ ശേഷം ലൈറ്റ് കത്തൂല. അത്രയും ക്വാളിറ്റി കുറഞ്ഞ, മേന്മ കുറഞ്ഞ ലൈറ്റുകളും ഡിവൈസുകളും ഉപയോഗിച്ചുകൊണ്ട് തിരൂരങ്ങാടിയുടെ തനത് ഫണ്ട് കരണ്ട് ജീവിക്കുന്ന, എലിയെ പോലെ കരണ്ട് ജീവിക്കുന്ന ചില ആളുകളുണ്ട്. ഞാൻ അവരുടെ പേരുകളൊന്നും ഇവിടെ പരാമർശിക്കുന്നില്ല, അനുചിതമാണ്. അവരിതിൽ ഇടപെട്ടിട്ട് ചെയ്തത്
തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ചെയർമാൻ KP മുഹമ്മദ് കുട്ടിയാച്ചി. നമുക്കറിയാം അദ്ദേഹത്തിന്റെ ആരോഗ്യപരമായ പ്രശ്നങ്ങളും പരിമിതികളും ഒക്കെ. അവിടെ നമ്മൾ തെരഞ്ഞെടുക്കപ്പെടുന്ന കോന്നി അടിയാളത്തിൽ നാട്ടുകാർ വോട്ട് ചെയ്ത് തെരഞ്ഞെടുക്കപ്പെടുന്ന കൗൺസിലർമാരല്ല തിരുവങ്ങാടി നഗരസഭ ഭരിക്കുന്നത്. അതിനു പകരം ഔട്ട്സൈഡേഴ്സ് ഭരണമാണ് നടക്കുന്നത്. നഗരസഭ മുസ്ലിം ലീഗിന്റെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്ന ഒരു കൊച്ചു സംഘമുണ്ട്. എല്ലാ മുസ്ലിം ലീഗുകാരുടെ ആളുകളല്ല, അവരാരും ഇതിന് പങ്കുവയ്ക്കുന്നില്ല. മിനിമം അവരത് അറിയുന്നത് പോലുമില്ല. ആ കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകുന്നത് അവിടുത്തെ ടീമാണ്. അതൊരു ടീമാണ്. 1,20,00,000 രൂപയുടെ അഴിമതി തികഞ്ഞ ഉത്തരവാദിത്വത്തോടുകൂടെ തിരൂരങ്ങാടിയിലെ പൗരസംയമതിക്കാരാണ്, കള്ളന്മാരാണ്, കൊള്ളരുതാത്തവരാണ് ഈ നഗരസഭ ഭരിക്കുന്നത് എന്ന് അവരെ മാറ്റാൻ അതിന്റെ വേദി കണ്ടെത്തണം. എന്താ സംഭവം എന്നറിയ നിങ്ങൾ? അതാ രസം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച നമ്മുടെ തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രി, ഒരു ദിവസം തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയുടെ OP എത്ര നിങ്ങൾക്കറിയും? 2000-ന് മുകളിൽ OP വരുന്ന തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രി. ആ ആശുപത്രിയിൽ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ നടത്തേണ്ടതുണ്ട്. ഒന്ന്, പലപ്പോഴും ഓപ്പറേഷനുകളുമായി തീരുമാനിച്ച് സമയം നിശ്ചയിക്കും, ഡോക്ടർ സമയം നിശ്ചയിച്ചു കൊടുക്കും, പക്ഷെ കറണ്ട് ഉണ്ടാവില്ല. പലപ്പോഴും അവിടെ വൈദ്യുതി മുടങ്ങുന്നത് പതിവാണ്. HMC യോഗം ചേർന്ന്, ഞാൻ HMC അംഗം കൂടിയാണ്, ഞങ്ങളെല്ലാവരും കുറെ പേരുണ്ട്. HMC യോഗം ചേർന്ന് തീരുമാനിച്ചു ഇവിടെ ജനറേറ്റർ വെക്കണം. സ്വാഭാവികമായിട്ടും നേരത്തെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ചുമതലയിലായിരുന്നു താലൂക്ക് ആശുപത്രി. നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഇത് ഞാൻ ഇത്ര വ്യക്തമായി പറയുന്നത് നിങ്ങൾ അഭിസംബോധകരാണ്. നിങ്ങളെ കേൾക്കാൻ ഒരു പൊതുസമൂഹം ഗ്രാമങ്ങളിൽ ഇരിക്കുന്നുണ്ട്. എന്ത് അഴിമതി എന്തടോ എന്ന് ചോദിക്കുമ്പോൾ തിരിച്ച് പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയണം. നേരത്തെ തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രി ബ്ലോക്കിന്റെ കീഴിലായിരുന്നു, ബ്ലോക്ക് പഞ്ചായത്തിന്റെ. പുതിയ ഉത്തരവ് പ്രകാരം നഗരസഭയുടെ കീഴിലാണ്. ഇതിന്റെ കൈകർത്തം നഗരസഭക്കാണ്. നഗരസഭ തീരുമാനിച്ചു, 3 പ്രൊജക്ടുകളാണ് തീരുമാനിച്ചത്. ഒന്ന്, ആശുപത്രിയിൽ ഒരു ജനറേറ്റർ വേണം. ആരെങ്കിലും എതിര് നിൽക്കുമോ ഒരു ജനറേറ്റർ വേണം എന്നുള്ള കാര്യത്തിൽ? ഒരു ഇൻവെർട്ടർ, സോളാർ പാനൽ സ്ഥാപിക്കണമെന്ന് തീരുമാനിച്ചു. കാരണം അത്രയാണ് നമ്മുടെ ആശുപത്രിയുടെ റഷ്. നിങ്ങൾ അറിയാത്തത് കൊണ്ടാണ്. 50,000 മുതൽ 1,00,000 രൂപ വരെ വില വരുന്ന ചികിത്സാ ചെലവ് വരുന്ന ചികിത്സകൾ ഒരു നയാ പൈസ വാങ്ങാതെ ഈ നാട്ടിലെ സാധാരണക്കാരന് നിർവഹിക്കാവുന്ന ഒരു ആതുരാലയം അത് തിരുവങ്ങാടി താലൂക്ക് ആശുപത്രി. ആ തലത്തിലേക്ക് ആശുപത്രി തന്നാനെ വളർന്നു വന്നതല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളർത്തിക്കൊണ്ടുവന്നതാണ്. 1ഉം 2ഉം പിണറായി സർക്കാരുകൾ ഈ ആശുപത്രികൾക്ക് ആവശ്യമാകുന്ന ഫണ്ടുകൾ കൊടുത്ത് ആശുപത്രിയെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നത്. 10 കൊല്ലം മുന്നേയുള്ള ആശുപത്രിയുടെ കെട്ടിടങ്ങളാണോ ഇന്ന് തിരൂരങ്ങാടി ആശുപത്രിയിലുള്ളത്? മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയോട് കടപിടിക്കുന്ന ഓപ്പറേഷൻ കോംപ്ലക്സ് അവിടെയുണ്ട്. ഡയാലിസിസ് സെന്റർ സംവിധാനം അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാ സംവിധാനങ്ങളും പ്രവർത്തിക്കുന്ന ഒരു ആശുപത്രിയിൽ എല്ലാം ഉണ്ടായിട്ടെന്താ കറണ്ട് സമയത്തിന് ഇങ്ങനെയുള്ള അവസ്ഥ? അപ്പൊ തീരുമാനിച്ചു ജനറേറ്റർ കോംപ്ലക്സ് സ്ഥാപിക്കണം. ഒരു 50 ലക്ഷം രൂപ. പ്രിയപ്പെട്ട അലിക്ക് കൗൺസിലർ എന്ന നിലയിൽ ഇതിനെ കുറിച്ച് ആധികാരികമായി പറയാൻ കഴിയും. അലിയൊന്നും കൊണ്ടുവന്ന സൗകര്യം 50 ലക്ഷം രൂപയാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആ ജനറേറ്റർ കോംപ്ലക്സിന് വേണ്ടി. മറ്റൊന്ന്, ജനറേറ്റർ മാത്രം പോരാ, ആധുനികമായ സൗകര്യങ്ങൾ ഒരുക്കണം. കുറച്ചുകൂടി ചെലവ് കുറഞ്ഞ സംവിധാനത്തിലേക്ക് നമ്മളൊന്ന് മാറണം. അപ്പൊ സോളാറും വെക്കാൻ തീരുമാനിച്ചു. നമ്പർ 2, തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ ഒരു ജനറേറ്റർ സംവിധാനം, ഒരു സോളാർ സംവിധാനം. പിന്നെ മറ്റൊന്ന് ഇൻവെർട്ടർ. എവിടെ? നമ്മുടെ നഗരസഭയിൽ. കാരണം കണ്ണ് കാണണ്ടേ, കക്കുമ്പോ കണ്ണ് കാണണ്ടേ, അതിന് ഇൻവെർട്ടർ സംവിധാനം. ഇൻവെർട്ടർ സംവിധാനം അവിടെ ഇടയ്ക്കിടയ്ക്ക് വെക്കും. അവിടുത്തെ ഇൻവെർട്ടറിന്റെ പ്രത്യേകത, തിരൂരങ്ങാടി നഗരസഭയിൽ സ്ഥാപിക്കുന്ന ഇൻവെർട്ടർ ഒരു പ്രത്യേകത ഉണ്ട്. അതിന്റെ കാരണം എന്താ അറിയോ? ആ ബാറ്ററി ഖിയാമത്ത് വരെ ചാർജ് ആവില്ല. അത് അങ്ങനത്തെ ഒരു സംവിധാനത്തിൽ ഉണ്ടാക്കുന്ന ബാറ്ററിയല്ല, ചാർജ് ആകാത്ത ബാറ്ററി. ചാർജ് ആയാൽ തന്നെ 1 മാസം 2 മാസം കൊണ്ട് അകാല ചരമമടയുന്ന ബാറ്ററി. അതാണ്
തിരൂരങ്ങാടിയിൽ വെക്കുന്ന ഇൻവേർട്ടർ ബാറ്ററികളുടെ പ്രത്യേകത. അങ്ങനെ അത് തീരുമാനിച്ചു. അങ്ങനെ ഈ 3 പ്രൊജക്ടുകൾക്ക് 1,20,00,000 രൂപക്ക് നഗരസഭ യോഗം ചേർന്ന് ടെൻഡർ പാസ്സാക്കാൻ തീരുമാനിച്ചപ്പോ പ്രിയപ്പെട്ട നമ്മുടെ ചെയർമാൻ മുഹമ്മദ് കുട്ടി സാഹിബ് പോലും അറിയാതെ ആ യോഗത്തിലേക്ക് ഒരു സപ്ലിമെന്ററി അജണ്ട വരുന്നു. ആ യോഗത്തിലേക്ക് എന്താണ് തീരുമാനം? ഈ 1,20,00,000 രൂപയുടെ ടെൻഡർ നടപടികൾ നിർത്തിവെക്കണം. ആരെ തീരുമാനിക്കുന്നത്? തിരൂരങ്ങാടി നഗരസഭ മുസ്ലിം ലീഗിന്റെ 3-4 ആളുകൾ. ഞാൻ നേരത്തെ പറഞ്ഞ കരണ്ട് ജീവിക്കുന്ന 3-4 ആളുകൾ, കരണ്ട് കൊണ്ട് ജീവിക്കുന്നവർ. സ്വാഭാവികമായും നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് നടക്കുന്ന ഒരു പരിപാടി എന്നുള്ള നിലയിൽ സെക്രട്ടറി പറഞ്ഞു, ഈ തോന്നിയാസനത്തിന് കൂട്ടു നിൽക്കാൻ എനിക്ക് കഴിയില്ല. അയാൾ ഉദ്യോഗസ്ഥനാണ്. ഇവൻ തോറ്റ്, ഈ തെരഞ്ഞെടുപ്പ് തോറ്റ നാളെ മുതൽ ഇവൻ കൗൺസിലർ അല്ല. ഇവൻ ഈ ചമ്മാട്ടങ്ങാടി തേരാപ്പാറ നടക്കേണ്ടവനാണ്. മറ്റേത് ഉദ്യോഗസ്ഥനാണ്, അയാൾക്ക് പെൻഷൻ വാങ്ങേണ്ടവനാണ്. അയാൾ പറഞ്ഞു, ചരിത്രത്തിൽ ആദ്യമായി തിരൂരങ്ങാടി നഗരസഭയിൽ ഒരു സെക്രട്ടറി ഡിസെൻഡിങ് നോട്ട് എഴുതി വെച്ചു, വിയോജന കുറിപ്പ്, കാര്യകാരണ സഹിതം. കാരണം നാളെ പിറ്റേന്ന് പരിശോധനകൾ വരുമ്പോ പിടിക്കപ്പെടും. അപ്പൊ സെക്രട്ടറിക്ക് അയാളുടെ നിരപരാധിത്വം ബോധിപ്പിക്കേണ്ടതുണ്ട്. അയാൾ ഡിസെൻഡിങ് നോട്ട് എഴുതി വെച്ചു. പക്ഷേ എന്താ തീരുമാനിച്ചത്? ഭൂരിപക്ഷത്തിന്റെ ബലത്തിൽ. കാരണം 40-ൽ 39-ൽ ഭൂരിപക്ഷം ഇവരാണല്ലോ. നമ്മൾ 4 പേരേ ഉള്ളൂ. 35 പേര് മറുപുറത്താണ്. 35 പേര് ഇരുന്നു കൊണ്ട് മനസ്സോടെ അതിൽ ഒപ്പുവെച്ച ആ തീരുമാനത്തെ അംഗീകരിച്ച ചില കൗൺസിലർമാരോട് ഞാൻ വ്യക്തിപരമായി സംസാരിച്ചു. നിങ്ങളൊക്കെ 5 വക്ത് നിസ്കരിക്കുന്ന മനുഷ്യന്മാരല്ലേ? പള്ളിയിൽ പോകുന്നവരല്ലേ? ബാങ്കിട്ട് കേട്ടാൽ നിങ്ങൾ പള്ളിയിലേക്ക് ഓടുന്ന മനുഷ്യന്മാരല്ലേ? ഈ തോന്നിവാസനത്തിന് നിങ്ങൾ കൂട്ടുനിൽക്കാൻ പാടുണ്ടോ എന്ന് വ്യക്തിപരമായ സൗഹൃദ സംഭാഷണത്തിന് വിനീതനായി ഞാൻ ചോദിച്ചപ്പോ അവര് പറഞ്ഞ അവിടെ നടക്കുന്നതൊന്നും നമ്മൾ അറിയാറില്ല. ഇവരാ യോഗത്തിന് പോകും, കൗൺസിൽ മീറ്റിംഗിൽ ഒപ്പിടും, അതിന്റെ ടീയ വാങ്ങും, പോരും. അത് ഞാൻ നേരത്തെ പറഞ്ഞ ഔട്ട്സൈഡേഴ്സ് ആണ് തീരുമാനിക്കപ്പെടുന്നത്. കഴിഞ്ഞ 15 വർഷമായി തിരൂരങ്ങാടി നഗരസഭയിൽ നടക്കുന്നത് ഈ തീവെട്ടിക്കൊള്ളയാണ്. ഒരു കമ്പനി, അത് കമ്പനി എന്ന് വിചാരിച്ചാൽ നിങ്ങൾ വിചാരിച്ചു റിലയൻസ് പോലെയുള്ള, അതല്ലെങ്കിൽ വിപുലം മറ്റേ നമ്മുടെ ടാറ്റയെ പോലെയുള്ള ഒരു വലിയ കമ്പനി ഒന്നല്ല. പ്രാദേശികമായി ഇവിടെ തട്ടിക്കൂട്ടിയ ഒരു കറണ്ട് കമ്പനി. അവരാണ് ഇവിടുത്തെ എല്ലാ നടപടിക്രമങ്ങളെയും നിയന്ത്രിച്ചു പോരുന്നത്. ഓപ്പൺ ടെൻഡറിന് തീരുമാനിച്ചു. എന്നിട്ട് ഇപ്പൊ പറയുന്നത് എന്താ അറിയോ? ആ ഓപ്പൺ ടെൻഡർ നടന്നാൽ കുറഞ്ഞ പൈസയിൽ ആളുകൾക്ക് അതിൽ വന്ന് പങ്കെടുക്കാൻ പറ്റും. ഇത് പോയി ലേലം ചെയ്യുകയല്ല, മാർക്കറ്റിൽ ചളി വാരുകയല്ല, നാട്ടുപുറത്തെ ചെങ്കൽ മറ്റുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പങ്കാളിത്തമല്ല. ഇത് ടെക്നിക്കൽ സപ്പോർട്ടുള്ള ആളുകൾ പങ്കെടുക്കേണ്ട പരിപാടിയാണ്. ഒന്ന് ഇൻവേർട്ടറാണ്, ഒന്ന് ജനറേറ്ററാണ്, സോളാറാണ്. ആ മേഖലയിൽ കഴിവുള്ള ആളുകൾ പങ്കെടുക്കേണ്ട പരിപാടിയാണത്. പക്ഷെ നിങ്ങൾ തീരുമാനിച്ചു അത് വേണ്ട, ഇങ്ങനെ തീരുമാനിക്കാൻ. അങ്ങനെ തിരൂരങ്ങാടി നഗരസഭയിലെ ഈ പാവപ്പെട്ട രോഗികൾക്ക് അർഹമായി ലഭിക്കേണ്ടിയിരുന്ന, നടപ്പാക്കേണ്ടിയിരുന്ന 3 പദ്ധതികളെ സ്വന്തം പോക്കറ്റിലേക്ക് പൈസ വരില്ല എന്ന കാരണത്താൽ അട്ടിമറിച്ചവരാണ് ഇപ്പൊ മറുപുറത്തുള്ളത്, ഈ നഗരസഭയ്ക്ക് നേതൃത്വം നൽകുന്നത്. അന്നത്തെ യോഗത്തിൽ ആ ഒരു സപ്ലിമെന്ററി അജണ്ട വന്നിരുന്നില്ല എങ്കിൽ നമ്മുടെ നഗരസഭയിൽ ജനറേറ്ററിന്റെ പണി തുടങ്ങിയിരുന്നു. നമ്മുടെ താലൂക്ക് ആശുപത്രിയിൽ ജനറേറ്ററിന്റെ പണി തുടങ്ങിയിരുന്നു, സോളാറിന്റെ പണി തുടങ്ങിയിരുന്നു, നഗരസഭയിൽ ഇൻവെർട്ടറിന്റെ പണി ആരംഭിച്ചിരുന്നു. പക്ഷെ 3 പദ്ധതികൾ ഇപ്പൊ അസ്തമിച്ചു പോയി. അത് റദ്ദാക്കി. സർക്കാരിലേക്ക് ആക്ഷേപം പോയി. ഇവിടുത്തെ ബഹുജന സംഘടനകള് എല്ലാവരും പ്രതിഷേധിച്ച് രംഗത്ത് വന്നു. ഇപ്പൊ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുക. 3 പ്രൊജക്ടുകൾ 1,20,00,000 രൂപയുടെ പദ്ധതി അട്ടിമറിക്കപ്പെട്ടു. ആർക്ക് വേണ്ടി? 3-4 വ്യക്തികൾക്ക് വേണ്ടി. എല്ലാ ലീഗർക്കുമല്ല. എല്ലാ ലീഗർക്കും അതിന്റെ ഒരു ഗുണം കിട്ടൂല അവിടുന്ന്. എനിക്കറിയാം, പാവങ്ങളായ കുറെ സാധുക്കളുണ്ട്, അവർക്ക് ഇതിന്റെ ABCD ഒന്നും അറിയില്ല. ഇത് സ്റ്റെയറിംഗ് പിടിക്കുന്ന 2-3 പേരുണ്ട്. വേറൊരു പരിപാടി എന്താണെന്നറിയണം, റോഡുകൾ, കോൺക്രീറ്റ്, അവിടുത്തെ കരാറുകൾ മുഴുവൻ എടുക്കുന്ന ഒരു ടീം വേറെ ഉണ്ട്. നഗരസഭയിലെ റോഡുകളുടെ കരാർ എടുക്കുന്ന ഒരു ടീം. നിങ്ങൾ അറിയണം ഇതിന്റെയൊക്കെ ഗൗരവം. കോൺക്രീറ്റ് വർക്ക് ചിലർ ലാഭം കിട്ടുന്ന പരിപാടിയാണ്. ലാഭം കിട്ടുന്ന എല്ലാ പരിപാടിയും ഒരു കമ്പനിക്ക്, ഒറ്റ കമ്പനിക്ക്
നഗരസഭയിലെ നേരത്തെ കൗൺസിലർമാരായിരുന്ന 3 പേർ ചേർന്ന് രൂപീകരിച്ച ഒരു കള്ള കമ്പനിക്ക് അല്ലെങ്കിൽ ഒരു കറക്ക് കമ്പനിക്ക് കൊടുക്കുക. ഞാൻ ആളുകളെ പേര് പറയുന്നില്ല. നഗരസഭയിൽ അവർ നേരത്തെ കൗൺസിലർമാരും നേതാക്കളുമായിരുന്നു. ആ 3 പേർ ചേർന്ന് രൂപീകരിച്ച ഒരു കമ്പനി ഉണ്ട്. ആ കമ്പനിക്കാണ് ലാഭം കിട്ടുന്ന എല്ലാവർക്കും കൊടുക്കുക. താരതമ്യേന ലാഭം കുറഞ്ഞ ടാറിങ് പോലെയുള്ള പരിപാടിക്ക് കോൺട്രാക്ടർമാരെ വിളിക്കും. ഒരൊറ്റ കോൺട്രാക്ടറും തയ്യാറാകില്ല. സ്വാഭാവികമായിട്ടും ഒരു ഏർപ്പാട് വരുമ്പോൾ ലാഭം നഷ്ടമുണ്ടാകും. അപ്പോൾ ഇന്ന് പോയാൽ ഇപ്പോൾ ഇന്ന് കിട്ടും എന്ന് കാണുമ്പോഴല്ലേ ആളുകൾ വരുള്ളൂ. അതല്ലേ സാമാന്യ നീതി. നമ്മളിപ്പോൾ ഒരു ഏർപ്പാട് ചെയ്യുമ്പോൾ ഒന്നുമേ ലാഭം കുറഞ്ഞാലും മറ്റുമേ ലാഭം കിട്ടുമ്പോഴല്ലേ അത് രണ്ടും കൂടി കോമ്പൻസേറ്റ് ചെയ്ത് പോവുള്ളൂ എന്ന നിൽക്കത്തിൽ പങ്കെടുക്കുള്ളൂ. പക്ഷെ ഇവിടെ നടക്കുന്നത് ലാഭം കിട്ടുന്ന ഏർപ്പാട് മുഴുവൻ 3 നഗരസഭയിലെ മുൻ കൗൺസിലർമാർ ചേർന്നുണ്ടാക്കിയ ഒരു കറക്ക് കമ്പനി ഇവിടുത്തെ എല്ലാ തനത് ഫണ്ടും അനുബന്ധന ലാഭവിഹിതങ്ങളൊക്കെ കൊള്ളയടിച്ചു പോകുന്നു. സ്വാഭാവികമായിട്ടും മറ്റു കോൺട്രാക്ടർമാരും ഇങ്ങോട്ട് വരുന്നില്ല. ടാറ് ചെയ്യാൻ കോൺട്രാക്ടർമാർ വരുന്നില്ല. അതുകൊണ്ടാണ് തിരൂരങ്ങാടി നഗരസഭയിൽ എല്ലാ ഗ്രാമീണ റോഡുകളും തകർന്ന് ദീവാളി പൊളിച്ചു കിടക്കും. ഈ ചമ്മാട്ടങ്ങാടിയിൽ നിന്നൊരു ഓട്ടോറിക്ഷ വിളിച്ചാൽ, വെന്നൂരങ്ങാടിയിൽ നിന്ന് നിങ്ങളൊരു ഓട്ടോറിക്ഷ വിളിച്ചാൽ, നമ്മുടെ തിരൂരങ്ങാടി നഗരസഭയുടെ അങ്ങാടികളിൽ നിന്ന് നിങ്ങളുടെ വീടുകളിലേക്ക് ഒരു ഓട്ടോറിക്ഷ വിളിച്ചാൽ ഏതെങ്കിലും ഒരു ഓട്ടോറിക്ഷക്കാരൻ മനസ്സമാധാനത്തോടു കൂടെ സംതൃപ്തിയോടുകൂടെ ആ ഓട്ടോ നമ്മളെ കൊണ്ടുപോകും. എന്താ കാരണം? റോഡുകൾ മുഴുവൻ തകർന്ന് തരിപ്പണമായിരിക്കുന്നു. തിരിഞ്ഞു നോക്കാത്ത റോഡുകൾ. എനിക്കറിയാം, എൻ്റെ ഡിവിഷൻ തിരൂരങ്ങാടിയിലെ 36-ാം ഡിവിഷൻ. ആ 36-ാം ഡിവിഷനിൽ ഒരു റോഡ് തകർന്ന് കിടന്നത് 4.25 വർഷം. 3 ആളെ വെള്ളം റോട്ടിൽ. നമ്മുടെ ഈ ഓഡിറ്റോറിയം നിലകൊള്ളുന്ന ഈ പ്രദേശത്തിന്റെ 7-ാം ഡിവിഷനിൽ റോഡുകൾ തകർന്ന് തരിപ്പണമായിരിക്കുന്നു. നമുക്ക് ഏറ്റവും കൂടുതൽ തനത് ഫണ്ട് നഗരസഭയ്ക്ക് സംഭാവന ചെയ്യുന്ന നമ്മുടെ കൊണ്ടാണത്ത് കോംപ്ലക്സിന്റെ ബ്ലോക്ക് റോഡ് നിങ്ങൾക്കറിയാലോ. ഇന്ന് ഞാൻ രാവിലെ ആ ബ്ലോക്ക് റോഡിലൂടെ സഞ്ചരിച്ചപ്പോൾ കണ്ടത് എവിടെ കാണാത്തൊരു പുതിയ സംവിധാനം. ചെങ്കല്ല് കോറി വേസ്റ്റ് കൊണ്ടുവന്ന് കൂട്ടിയിരിക്കുന്നു. കോറി വേസ്റ്റ് നിങ്ങളിപ്പോൾ പോയി നോക്കിയാൽ കാണാം. കോറി വേസ്റ്റ് കൂട്ടിയിരിക്കുന്നു റോട്ടിൽ. എന്നിട്ട് ഇങ്ങനെ കഴമുഴയായിട്ട് നമ്മുടെ ഈ ഓഫ് റോഡ് വാഹനങ്ങൾ വേണം. സാധാ വാഹനങ്ങൾ തിരൂരങ്ങാടി നഗരസഭയിലെ റോഡുകളിൽ ഓടില്ല. ഓഫ് റോഡ് വാഹനങ്ങൾ വേണം, എങ്കിലേ ഓടൂ. എന്താ ഈ റോഡുകളൊന്നും കോൺട്രാക്ടർമാർ ഏറ്റെടുക്കാൻ തയ്യാറാകാത്തത്? ലാഭമുള്ള ഒരു പരിപാടി അവർക്ക് കൊടുക്കൂല. ഇത്തരം തന്നക്ക് തന്നെ നിൽക്കുന്ന പരിപാടികൾ അവരെ ഏൽപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ പിന്തിരിഞ്ഞു പോകും. നിങ്ങൾ അറിയുമോ, ഞങ്ങൾ ആ റോഡ്, ആ പാങ്ങോട്ടുപാടം റോഡ്, ആ റോഡിന്റെ കോൺക്രീറ്റിന്റെ കഥ കൂടി ഞങ്ങൾക്ക് പറഞ്ഞാൽ ഞങ്ങൾക്ക് കാര്യങ്ങൾ എളുപ്പമാകും. 4 ആളെ മുട്ടിന്റെ മേലെ വെള്ളം, പള്ളിയിലേക്ക് പോകാൻ വയ്യ, മദ്രസയിലേക്ക് പോകാൻ വയ്യ, തൃക്കുളം ക്ഷേത്രത്തിലേക്ക് പോകുന്ന ഒരുപാട് സുഹൃത്തുക്കൾ, ആർക്കും എങ്ങോട്ടും സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥ, വാഹനങ്ങൾക്ക് പോകാൻ പറ്റുന്നില്ല. അവസാനം ഇത് വീഡിയോ എടുത്ത് നമ്മുടെ സുഹൃത്തുക്കള് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചപ്പോ അതാ വരുന്നു വനമാല. ആദ്യം കോൺട്രാക്ട്, അതിന്റെ പിന്നിലെ കുറച്ച് സിമെന്റ് ചാക്ക്, കുറച്ച് കോറി വേസ്റ്റ് എല്ലാം കൂടി കൊണ്ടുവന്നിട്ട് യുദ്ധകാല അടിസ്ഥാനത്തിൽ ഒരു റോഡ് പണി. ആ റോഡ് പണി തട്ടിക്കൂട്ട് പരിപാടിയാണ്. കാരണം എന്താ അറിയോ, ഈ തനത് ഫണ്ടിൽ നിന്ന് ഇത്തരത്തിലുള്ള ദുർവ്യയങ്ങൾ നടക്കുമ്പോൾ 70 മീറ്റർ പറഞ്ഞപ്പോൾ ഈ ഓഡിറ്റോറിയത്തിന് എത്ര ഉണ്ടാവും നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അതിന്റെ നമ്മൾ ചായ കുടിച്ച് ആ എൻട്രൻസിൽ നിന്ന് ഈ വേദിയിലേക്കുള്ള ദൂരം 70 മീറ്റർ. ആ 70 മീറ്റർ റോഡ് കോൺക്രീറ്റ് ചെയ്യാൻ 5 ലക്ഷം രൂപ പാസ്സാക്കിയിട്ട് അത് കോൺക്രീറ്റ് ചെയ്ത് അന്നത്തെ ദിവസം നനച്ചു നോക്കിയപ്പോൾ നനച്ച വെള്ളം വരെ ഒലിച്ചു പോകുന്നില്ല. വാട്ടർ ലെവൽ നോക്കാതെയാണ് സംവിധാനം ചെയ്തു വെച്ചിരിക്കുന്നത്. ബന്ധപ്പെട്ടവരെ വിളിച്ചു. അവസാനം ചെയ്തത്, നമ്മള് ഈ ആക്സിഡന്റ് കേസിലൊക്കെ മരിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഈ ഡെഡ് ബോഡികൾ മറയ്യന് രാത്രിയാണ് ലൈറ്റൊക്കെ വെച്ചിട്ട്. എന്ന പോലെ തിരൂരങ്ങാടി നഗരസഭയിൽ പല റോഡുകളും ഈ നവംബർ മാസം കോൺക്രീറ്റ് ചെയ്യപ്പെട്ടത് ലൈറ്റ് വെച്ചിട്ട്, സ്ട്രീറ്റ് ലൈറ്റ് വെച്ചിട്ട്, ജനറേറ്ററും ലൈറ്റും വെച്ചിട്ട്. ജനങ്ങളോടുള്ള ക്ഷേമയും എങ്ങനെയെങ്കിലും ജനങ്ങളൊന്ന് നന്നായിക്കൊണ്ട് 4.25 കൊല്ലം കാത്തിരുന്നിട്ട് അവസാനം നമ്മുടെ നാട്ടുപുറത്തൊരു വർത്താനുണ്ട്, ഈ റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തിയ തൗബ സ്വീകരിക്കില്ല. ചെയ്തു പോയ പാപങ്ങൾ പൊറുക്കപ്പെടാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിനാണ് തൗബ എന്ന് പറയുന്നത്. ആ തൗബ സ്വീകരിക്കണമെങ്കിൽ അതിനൊരു നിഷ്കർഷത ഉണ്ട്. അതിലൊന്ന്, അത് നല്ല സമയത്ത് ചെയ്യണം.
എല്ലാം തകർന്ന് തരിപ്പണമായി തിരിച്ചു പോകുമെന്ന് ഉറപ്പാകുന്ന സമയത്ത് പടച്ചോനെ പറ്റിക്കാനുള്ള തൗബ സ്വീകരിക്കില്ല. അതിനാണ് പറയുന്നത് റൂഹ് അഥവാ ആത്മാവ്. അത് തൊണ്ടക്കുഴിയിൽ എത്തിയ പിന്നെ തൗബ സ്വീകരിക്കില്ല. ഇത് തൊണ്ടക്കുഴിയും മുട്ടിന്റെ ശേഷമാണ്, ചലനമറ്റതിന് ശേഷമാണ് പല റോഡുകളും കോൺക്രീറ്റ് ചെയ്തത്. ഇവർക്ക് ഇത്ര സമയം പണി? ആരും തിരിഞ്ഞു നോക്കിയില്ല. റോഡുകളുടെ സ്ഥിതി അതിലേറെ ദയനീയം. കുടിവെള്ളത്തിന്റെ കാര്യം നമ്മൾ പറയണം. ഈ നഗരസഭയുടെ കുടിവെള്ളത്തിന്റെ അവസ്ഥ എന്താ? ഡിസംബർ ഇപ്പൊ വരാൻ പോകുന്നു. ഡിസംബർ കഴിഞ്ഞാൽ നമുക്ക് കാണാം കുറെ വണ്ടികൾ വരും, നഗരസഭയുടെ കുടിവെള്ള പദ്ധതി. എന്നിട്ട് നമ്മുടെ സഹോദരിമാർ ഗേറ്റും തുറന്ന് പെയിന്റും പാട്ടയും ഡബയും കുടവും കലവും ഒക്കെ ആയിട്ട് ഗേറ്റിങ്ങനെ ഇങ്ങനെ വേഴാമ്പലിനെ പോലെ കാത്തിരിക്കുക. നഗരസഭയുടെ മാലാഖമാർ വെള്ളവുമായി വരുന്നതിന്. ഏതാ ഈ നഗരസഭ നിങ്ങൾ അറിയും? കടലുണ്ടിപ്പുഴ അതിരിടുന്നതാണ് ഈ നഗരസഭ. വെഞ്ചാലിപ്പാടവും പാങ്ങോട്ടുപാടവും അതുപോലെ തന്നെ വിസ്തൃതമായ ഒരു പാടശേഖരം അതിരിടുന്ന നഗരസഭയിലാണ് ഈ കുടിവെള്ള പ്രശ്നം. എന്തേ ഇത്ര കാലം അത് പരിഹരിക്കപ്പെടാൻ കഴിയാതെ പോയത്? ജനങ്ങളോട് പ്രതിബദ്ധതയില്ല. ഇപ്പൊ അവസാനം ഒരു കുടിവെള്ളത്തിന്റെ ഒരു ഉദ്ഘാടനം നടന്നു. ആരാണ് ആ പദ്ധതി കൊണ്ടുവന്നത്? ഗവൺമെന്റ്, കേരള ഗവൺമെന്റ്. ഒരു നയാ പൈസ ഇവർക്കൊന്നും മുടക്കില്ല. ഇവരതിന്റെ ചാമ്പ്യന്മാരാകുന്നു എന്ന് മാത്രം. ആ കുടിവെള്ള പദ്ധതി 100 കോടി രൂപയുടെ കുടിവെള്ള പദ്ധതി ഇപ്പൊ അതിന്റെ പൈപ്പിട്ടുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ ഗവൺമെന്റ് കൊണ്ടുവന്നതാണ്. കേന്ദ്ര ഫണ്ടും കേരളത്തിന്റെ ഫണ്ടും. നഗരസഭയ്ക്ക് അതിലൊരു റോളും ഇല്ല. എന്നാലും മേനി പറച്ചിലിന് ഒരു കുറവുമില്ല. അതാ രസം. ഞങ്ങൾ നടത്തിയെന്നാ പറയാം. ആയിക്കോട്ടെ, ഞാൻ സൂചിപ്പിച്ചു വരുന്നത് ഇത്തരത്തിൽ നമ്മുടെ നഗരസഭയിൽ ജനങ്ങളെ ബാധിക്കുന്ന നിർണായകമായ വിഷയങ്ങളിലും പ്രശ്നങ്ങളിലും ഇടപെടാതെ ഒളിച്ചു കളിച്ച് മുന്നോട്ട് പോകുന്നു. അതേ സമയത്ത് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നമ്മുടെ മുന്നിൽ വരും. കോണിയാണ്, സ്വർഗത്തിലേക്കാണ്, ചെയ്യണം, ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് നരകം ഉറപ്പാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മെ തെറ്റിദ്ധരിപ്പിക്കുവാൻ, നമ്മുടെ പരലോക ബോധത്തെ ഉദ്ദീപിപ്പിച്ചുകൊണ്ട് വോട്ട് വാങ്ങാൻ ഒരു ടീം കടന്നു വരുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ ഉണ്ട്. തീർച്ചയായിട്ടും പ്രബുദ്ധരായ വോട്ടർമാരോട് എൻ്റെ മുന്നിലിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ടീം പോസിറ്റീവിൻ്റെ പൗരസമൂഹത്തോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ നാട്ടിലെ മനുഷ്യന്മാർ ഇതൊക്കെ നേരിട്ട് കാണുക. ഈ അഴിമതികൾ മുഴുവൻ അവർ നേരിൽ കാണുക. പറഞ്ഞ് പ്രസംഗിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഓരോ റോഡുകളും ചൂണ്ടിക്കാണിച്ചു കൊടുത്തുകൊണ്ട് നമുക്കത് പറയാൻ കഴിയും. ആ തരത്തിൽ ആളുകളെ പറഞ്ഞ് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഇതിനൊരു മാറ്റം ഇവിടെ നഗരസഭയിൽ ഉണ്ടാകണം. ഈ നഗരസഭയിൽ ഒരു ഭരണമാറ്റം ഉണ്ടായെങ്കിലേ ഈ കാര്യങ്ങൾ ഭംഗിയായി നടക്കപ്പെടുള്ളൂ. അതോടൊപ്പം തന്നെ ദീർഘകാലമായി ഈ നഗരസഭയിൽ നടന്നുകൊണ്ടിരിക്കുന്ന അഴിമതിയെക്കുറിച്ച് സംക്ഷിപ്തമായ ഒരു അന്വേഷണം നടത്തണം. എന്റെയും നിങ്ങളുടെയും നികുതി പണം കൊള്ള ചെയ്തവർ, കട്ടെടുത്തവർ, ബിനാമി പേരിൽ കമ്പനി ഉണ്ടാക്കി വളഞ്ഞ വഴിയിലൂടെ സമ്പാദിച്ചവര് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരപ്പെടണം. ആ തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടാകണമെങ്കിൽ, തീരുമാനങ്ങൾ ഉണ്ടാകണമെങ്കിൽ ഈ നഗരസഭയിൽ ഒരു ഭരണമാറ്റം, ടീം പോസിറ്റീവ് ക്രിയാത്മകമായ ഒരു ആശയത്തെയാണ് മുന്നോട്ട് വെക്കുന്നത്. തിരൂരങ്ങാടിയിൽ ഇത്തവണ ജനങ്ങളുടെ നഗരസഭ എന്നുള്ളതാണ് നമ്മുടെ മുദ്രാവാക്യം. ഇപ്പൊ നടക്കുന്ന നഗരസഭ ലീഗിന്റെ നഗരസഭയല്ല, UDFന്റെയും നഗരസഭയല്ല. ഇപ്പൊ നടക്കുന്ന നഗരസഭ എന്ന് പറഞ്ഞാൽ 3-4 ആളുകളുടെ നഗരസഭയാണ്. അതിൽ നിന്ന് മാറി ജനങ്ങളുടെ നഗരസഭ, ജനങ്ങൾക്ക് ഇടപെടാൻ, ജനങ്ങളുടെ വിഷയത്തിൽ സംവദിക്കാൻ, ജനങ്ങളുമായി സംസാരിക്കാൻ, ജനങ്ങളുടെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കുന്ന ഒരു ജനകീയ നഗരസഭ നമ്മുടെ രാജ്യത്തുണ്ടാക്കും. ആ നഗരസഭ ഉണ്ടാക്കലാണ് നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് വേണ്ടി രൂപീകരിച്ചതാണ് ടീം പോസിറ്റീവ്. ടീം പോസിറ്റീവിന്റെ പ്രഖ്യാപനം നടന്നപ്പോ നമ്മുടെ എതിർപ്പാളയത്തിലുള്ളവർ നമ്മളെ കളിയാക്കി. എന്താ പറഞ്ഞത് അറിയോ? അതാ രസം. ടീം പോസിറ്റീവ്. നിങ്ങൾ ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഓരോ സാമ്പാർ സംവിധാനം ഇട്ട് വരും. ജനകീയ മുന്നണി, വികസന മുന്നണി, മറ്റേ മുന്നണി, മറിച്ച മുന്നണി എന്നൊക്കെ പറഞ്ഞു. ആരാ ഇത് പറയുന്നത്? 21 പാർട്ടികളുടേതാണ് ഇന്ത്യ മുന്നണി. 21 പാർട്ടികൾ ചേർന്ന ഇന്ത്യ മുന്നണി. കശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള ചെറുതും വലുതുമായ 21 പാർട്ടികൾ, മുസ്ലിം ലീഗ് അടക്കമുണ്ട്, അവരെല്ലാവരോട് ചേർന്ന് ഇന്ത്യ മുന്നണി രൂപീകരിച്ച് എന്തിനാ? BJPയുടെ അമിതാധികാര പ്രയോഗത്തിനെ, ഭരണഘടനാ വിരുദ്ധമായ ഭരണത്തെ എതിർത്ത് തോൽപ്പിക്കുന്നതിന് വേണ്ടി സമാന മനസ്കരായ ജനാധിപത്യ വിശ്വാസികളുടെ ഒരു കൂട്ടായ്മ, അതല്ലേ ഇന്ത്യ മുന്നണി. ആ ഇന്ത്യ മുന്നണി രൂപീകരിച്ച് അത് പ്രവർത്തിക്കുമ്പോൾ
അവര് പറയാ തിരൂരങ്ങാടിയിൽ നമ്മൾ ഉണ്ടാക്കിയ ടീം പോസിറ്റീവ് സാമ്പാർ മുന്നണിയാണ്. ആരാ ഇത് പറയുന്നത്? അജ്മീർ ചെമ്പിൽ സാമ്പാർ വെച്ച ആളുകളാണ് ഇപ്പോൾ നമ്മളോട് ഈ കാലത്തില് പരിപ്പ് കറി വെച്ച് നമ്മളോട് ഈ പറയുന്നത്. ഇന്ത്യ മുന്നണി അജ്മീർ ചെമ്പിലാണ് സാമ്പാർ വെച്ചത്. അവരാണ് നമ്മളോട് പറയുന്നത് നിങ്ങൾ തിരൂരങ്ങാടിയിൽ ഇത് ഉണ്ടാക്കിയിരിക്കുന്നു. എത്ര വിരോധാഭാസമാണ്! തിരൂരങ്ങാടിയിലെ എല്ലാ ജനവിഭാഗങ്ങളും മുസ്ലിം ലീഗുകാരായ നല്ല മനുഷ്യന്മാരുൾപ്പെടെ അതിലകത്തുള്ളവരുൾപ്പെടെ ഈ നഗരസഭയെ വെറുക്കുന്നു, ഭരണമാറ്റം ആഗ്രഹിക്കുന്നു. അവർക്കെല്ലാം ചേർന്ന് നിൽക്കാവുന്ന ഒരു പൊതു ഇടം ഈ തിരൂരങ്ങാടിയിൽ ഉണ്ടാകണം. വോട്ടുകൾ ഭിന്നിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കൂടെ? എവിടെയും ഭരണവിരുദ്ധമായ നഗരസഭയുടെ ജനവിരുദ്ധമായ സമീപനത്തിൽ പ്രതിഷേധമുള്ള എല്ലാ മനുഷ്യർക്കും വോട്ട് ചെയ്യാവുന്ന സ്ഥാനാർത്ഥികൾ എല്ലായിടത്തും ഉണ്ടാകണം. അതുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ടീം പോസിറ്റീവും ചേർന്ന് ഇവിടെ മത്സരിക്കുന്നത്. എല്ലാം ടീം പോസിറ്റീവിന്റെ സ്ഥാനാർത്ഥികൾ മാത്രമല്ല, പൊതു സ്വതന്ത്രർ വരെ നമുക്കിടയിൽ മത്സരിക്കുന്നുണ്ട്. സ്വീകാര്യനായ പൊതു സ്വതന്ത്രർ മത്സരിക്കുന്നിടത്ത് ടീം പോസിറ്റീവ് പിന്തുണ നൽകുന്നുണ്ട്. എന്തിനാണ്? ഈ ഭരണമാറ്റം ഉറപ്പിക്കാൻ, ഈ അഴിമതിക്കാരെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ, ഒരു രാഷ്ട്രീയവും ഇല്ലാത്ത ആളുകളെ വരെ നമ്മൾ പിന്തുണക്കുന്നു, പിൻബലം നൽകുന്നുണ്ട്. കാരണം ജനങ്ങൾക്ക് പ്രതിഷേധം രേഖപ്പെടുത്താനുള്ള ഒരു ഇടം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമാണ്. അതല്ലാതെ തെരഞ്ഞെടുത്ത ആൾ പോയിട്ട് നമുക്ക് നഗരസഭയിൽ പോയി അടിക്കാൻ പറ്റുമോ? അവന് വലിച്ചെറുക്കാൻ പറ്റുമോ? ദേഹോപദ്രവം ചെയ്യാൻ പറ്റുമോ? അവിടെ ഒരു ജനകീയ സംവിധാനത്തിൽ നടക്കേണ്ട ഏറ്റവും ക്രിയാത്മകമായ ഇടപെടൽ എന്ന് പറയുന്നത് ജനാധിപത്യ സംവിധാനത്തിൽ വോട്ടാണ്. വോട്ടിനോളം വാല്യുബിൾ ആയിട്ടുള്ള ഒരു ആയുധം ജനാധിപത്യ സമൂഹത്തിന്റെ കയ്യിൽ വേറെയില്ല. അത് ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മൾ ഉണ്ടാക്കിയ ഒരു സംവിധാനമാണ് ഈ ടീം പോസിറ്റീവ്. അതിനെ ആ അർത്ഥത്തിൽ ഉൾക്കൊള്ളുകയും അതിന്റെ പ്രചാരകരും പ്രബോധകരുമായി മാറുകയും പരമാവധി സീറ്റോടുകൂടെ തിരൂരങ്ങാടിയുടെ നഗരഭരണം പിടിച്ചെടുക്കുക എന്നുള്ള ഉജ്ജ്വലമായ ഒരു ആത്മവിശ്വാസവുമായി നമ്മൾ പുറത്തേക്ക് പോകണം. അതിനുവേണ്ടി പണിയെടുക്കണം. നമ്മുടെ മുന്നിൽ ഇനി കുറഞ്ഞ സമയമുള്ളൂ. ആ സമയത്തിനകം ആളുകളെ കാണണം, വോട്ടുറപ്പിക്കണം. കുറച്ച് നമ്മൾ ആളുകൾ ഉണ്ടാകും, അവരെ പിന്നാലെ കൂടുന്നതിന് പകരം ഇതെല്ലാം അറിഞ്ഞും അറിയാതെ ഇരിക്കുന്ന സമൂഹം ഇവിടെയുണ്ട്. അവരോട് നമ്മൾ നേർക്ക് നേർ പച്ച മലയാളത്തിൽ സംവദിക്കണം, സംസാരിക്കണം. അങ്ങനെ എല്ലാ ജനവിഭാഗങ്ങളുടെയും വോട്ടുറപ്പിച്ചുകൊണ്ട് ടീം പോസിറ്റീവിന് തിരൂരങ്ങാടി നഗരസഭയുടെ അധികാരത്തിലേക്ക് വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടായാൽ തീർച്ചയായും തിരൂരങ്ങാടിയുടെ ചരിത്രം മാറും, ചരിത്രം മാറ്റിക്കുറിക്കും. ആ ചരിത്ര നിർമ്മിതിയുടെ കാലാനുസൃതമായ നിയോഗം നിർവഹിക്കേണ്ടവരാണ് എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും. ആ നിയോഗം നിർവഹിക്കുന്നതിന് വേണ്ടി നെഞ്ചുറപ്പോടുകൂടെ മുന്നോട്ട് പോകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഹൃദയംഗമമായി ഈ സംവിധാനത്തെ, ഈ സ്ഥാനാർത്ഥി സംഗമത്തെ, കുടുംബ സംഗമത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. ജയ് ടീം പോസിറ്റീവ്.